അതുകൊണ്ട് നമ്മളുടെ മുസൽമാന്മാർ എവിടെ വെച്ച് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളും ഭാഗവാക്കാകണം. അതുകൊണ്ട് നിങ്ങൾ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ശ്രമിച്ചു കാണും, ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണം. ലോകം എവിടെയും കേട്ടുകേൾവിയില്ലാത്ത പോലെ പണ്ട് റഷ്യയിലുണ്ടായിരുന്ന വലിയ ഭീകരന്മാരുണ്ടായിരുന്നു, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഭീകരന്മാർ. അങ്ങനെയുള്ള ഭീകര ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ലോകം നടന്നത്. ഇത്ര ലോകം പുരോഗമിച്ച് ഇത്ര വലിയ പുരോഗമനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്രമാത്രം മുസ്ലിമിനെ ഒരു മണ്ണ് തരിക്ക് പോലും വിലയില്ലാത്ത രൂപത്തിൽ മുസ്ലിമിനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്താനും അവരെ ക്രൂരമായി ആക്രമിക്കാനും ഈ ലോകത്തിന്റെ മുമ്പിൽ ലോകമുണ്ടെങ്കിൽ അതിനെതിരെ മുസ്ലിമീങ്ങൾ എവിടെ ഉണ്ടായാലും ഒറ്റക്കെട്ടായി നമ്മൾ അതിനെതിരെ പ്രതിഷേധം എവിടെ വെച്ച് സംഘടിപ്പിക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ തന്റെ ഓമനപുത്രനെ വളർത്തിക്കൊണ്ട് അതിനൊരു ലൈസൻസും കൊടുത്തുകൊണ്ട് മുസ്ലിമിനെ എവിടെ കിട്ടിയാലും കൊലപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചുകൂടാ. അത് ലോകം ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ആരായാലും അത് അംഗീകരിക്കുന്നില്ല. ഒരു സത്യത്തിൽ ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരമാർത്ഥമാണ്. ഇസ്ലാം ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താനോ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. എത്ര കാലം യുദ്ധം ചെയ്തു? ഒരു പിഞ്ചു കുഞ്ഞിനോ, ഒരു പെണ്ണുങ്ങൾക്കോ, ഒരു വൃദ്ധകൾക്കോ, അല്ലെങ്കിൽ ഒരു വിധവകൾക്കോ ഒരു പേട് പോലും, ഒരു ബുദ്ധിമുട്ട് പോലും ഇത്രയെല്ലാം യുദ്ധം ചെയ്തിട്ടും ആ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ചെയ്ത കാലഘട്ടത്തിലുള്ള യുദ്ധത്തിൽ പോലും ഒരു പ്രയാസങ്ങളും മറ്റൊരാൾക്ക്, അതായത് പട്ടാളത്തുമല്ലാത്ത മറ്റൊരാൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ ഇവർക്ക് വളരെ വലിയ പേടിയാണ്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് പറഞ്ഞതാണ്, നമ്മളെല്ലാരും സുഫറയിലുള്ള പോലെ സുഫറന്റെ ചുറ്റും ഇരുന്ന് ഇവരെല്ലാരും നമ്മളെ വാരി തിന്നും. ആ ശത്രുക്കളെല്ലാം ഒരുമിച്ച് കൂടി നമ്മൾക്കെതിരെ നിൽക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതല്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മുസൽമാന്മായാൽ അവന്റെ രക്തത്തിൽ മുസൽമാന്റെ ഇറ്റി വീഴുന്ന ചോരയുണ്ടെങ്കിൽ അവൻ മുസ്ലിമിനെതിരെ എവിടെ ആര് എങ്ങനെയൊക്കെ ശബ്ദിച്ചാലും അതിനെതിരെ മുസൽമാന്റെ മാനസികമായ മണ്ഡലങ്ങൾ ഉണരേണ്ടതുണ്ട്. അതോടൊപ്പം മനുഷ്യന്റെ പ്രവർത്തന പുടത്തിലേക്ക് മുസൽമാൻ അവന്റെ പ്രവർത്തന പുടത്തിൽ അത് കാണിച്ചു കൊടുക്കുക, പ്രതിഷേധത്തോടുകൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. അവന്റെ കൈകൊണ്ട് അതിനെ തടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ മനസ്സുകൊണ്ട് അവൻ അതിനെ വെറുക്കണം, അതിനെ പ്രതിഷേധിക്കണം, അതിനെ പ്രതിരോധിക്കണം. അതിനുള്ള വഴികൾ അവൻ കണ്ടെത്തണം. നമുക്കിവിടെ നിന്ന് പ്രസംഗിക്കാനും അത് പറയാനുമല്ലാതെ നമ്മളെ കൊണ്ട് മറ്റൊന്നും പറ്റില്ല. നമ്മളൊരു ഡെമോക്രസി രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ ഇത് കണ്ട് ഞങ്ങൾക്കെല്ലാം, മുസ്ലിമുകൾക്കെല്ലാം ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. അതിന് മുസൽമാനെ ചൊരിറ്റുവിടുന്ന ഓരോ തുള്ളി ചോരക്കും വില നൽകപ്പെടണം എന്ന് ഗവൺമെന്റ് തലത്തിൽ അത് സംസാരിക്കുകയും അതിനുള്ള പരിഹാരം ഗവൺമെന്റ് തലത്തിൽ കാണുകയും ചെയ്യണമെന്നാണ് SKSSF ഈ അവസരത്തിൽ ഓർത്താനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിന് മഗ്‌രിബിന് ശേഷം ഞാനിത് വിശദമായി സംസാരിക്കേണ്ട സമയമല്ല. ഇതിന് തൊട്ട് മഗ്‌രിബിന് ശേഷം പൊതുപരിപാടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഈ പരിപാടിയിൽ വന്ന് സംഗമിച്ച് ഇതൊരു വലിയ വിജയപ്രദമാക്കണം. കാരണം ഇത് വെറുമൊരു SKSSFന്റെ പ്രതിഷേധമാണ്, അല്ലെങ്കിൽ വെറുമൊരു SKSSFന്റെ വിജയമാണെന്നല്ല. ഇത് മുസൽമാന്റെ ഇതാണ്, ഒരു പ്രകടനമാണ്. അത് എല്ലാവരുടെ വക്കൽ നിന്നും ഉണ്ടാകണം. അത് ആരായാലും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നാളെ ഇന്ന് മഗ്‌രിബ് നമസ്കാരം നടത്തുന്ന ഈ പൊതുപരിപാടിയിലേക്കും തുടർന്നുള്ള ശേഷമുള്ള പരിപാടിയിലേക്കും എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ SKSSFന്റെ വകയിൽ 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ലോകത്ത് മുസ്ലിമീങ്ങളുടെ എന്നല്ല മനുഷ്യ സ്നേഹികളായിരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന, അവരുടെ സ്വൈരം കെടുത്തുന്ന, സമാധാനപരമായിട്ടൊന്ന് ചായ കുടിക്കാൻ പോലും രാവിലെ എഴുന്നേറ്റ് കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ സീരിയസ്നെസ് അറിയില്ല. നമുക്കറിയാം, ഇന്നലെ ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലും അതുപോലെ ബെയ്റൂത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് കഴിഞ്ഞ 1, 2, 3 കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 24 മണിക്കൂറും സമരസജ്ജരായിക്കൊണ്ട് രംഗത്തിറങ്ങിക്കൊണ്ട് ലോകത്ത് മുഴുവനും കണ്ണുതുറപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഈ കിരാതത്വം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്